ഹേ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ഇട്ട് വന്നതാണ് ഗൈസ്. കുറേ ആയി ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും പറയും കറൻ്റ്ലി വീഡിയോ ഇടണം, കറൻ്റ്ലി വീഡിയോ ഇടും എന്നൊക്കെ പറയും. ബട്ട് എന്തുകൊണ്ടാണ് ഗൈസ്, എനിക്ക് ഓൺ ആയിട്ടുള്ള ഒരു ഫോണില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ റീസൺ പറയാം. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഓൺ ഫോൺ വാങ്ങിച്ചു. പക്ഷേ ഇത് എൻ്റെ പൈസക്കല്ല, എൻ്റെ ഡാഡീൻ്റെ പൈസക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡാഡി എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു തന്നു ഗൈസ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ടാബേ ഉള്ളൂ. ടാബും എൻ്റെ ഉപ്പ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഉപ്പ വാങ്ങിച്ചെന്നൊരു ടാബുണ്ട്, ഗൾഫിൽ നിന്ന് ഉണ്ടാകുന്നത് അതാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടാബ് വെച്ചിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇറങ്ങിയില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടാകുന്ന പറഞ്ഞാൽ ഒരു നോർമൽ വീഡിയോ ആയിട്ട് ഇന്ന് ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ടും ഞാനൊരു ക്ലീനിങ് ആണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ക്ലീനിങ്ങിൽ എന്ന് പറയുമ്പം ഞാൻ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ ടാബിളിൻ്റെ മുകളിൽ. ടാബിൾ മാത്രമാണ് ക്ലീൻ ചെയ്യണത്. അപ്പം കുറേ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് നല്ല ഇടങ്ങാറാട്ടോ ഈ ഒരു ടാബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം നമുക്ക്. പക്ഷേ ഇതാണ് എൻ്റെ ടാബിളിൻ്റെ അവസ്ഥ ഗൈസ്. അത് ഭയങ്കര അലങ്കോലാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ താഴെയാണ് ഞാൻ പൊതുവെ ക്ലീൻ ചെയ്യാൻ നിൽക്കൽ. താഴെ ക്ലീൻ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കരുത്. താഴെ എല്ലാം ചെയ്തിട്ട് താഴെ തന്നെ എല്ലാം വെക്കും ഞാനവിടെ. എന്നിട്ട് ഞാൻ മുകളിലേക്ക് വന്നാൽ മുകളിലേക്ക് വരുന്ന ടൈം എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് അടുത്ത് തന്നെ വെച്ചിട്ട് താഴേക്ക് പോകും. ഇതാണ് എൻ്റെ കേസ് അവസ്ഥ. കാരണം താഴെയാണ് TV ഉള്ളത്. ഓക്കെ, അപ്പം ഇത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതായിട്ട് എല്ലാം കൊടുത്തിട്ട് ഞാൻ കസാറിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കസാറിൻ്റെ മുകളിൽ വെച്ചു. അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചത്. അതിനുശേഷം ഞാൻ മൊത്തം എടുത്തിട്ട് സാധനങ്ങൾ കുറേ ഈ ഒരു ബോക്സ് ഉണ്ടോ അവിടെ, ആ ബോക്സിലേക്ക് എല്ലാ കളർ പെൻസിൽസും കളർ സ്കെച്ചസ് ഉണ്ടായിരുന്നു. കുറേ ആവശ്യമില്ലാത്ത ആ സ്കെച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇടേണ്ടത്. ഞാനിങ്ങനെ എല്ലാം അതിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം. അപ്പം ഞാൻ അതൊക്കെ എടുത്തു. എന്നിട്ട് പുറത്ത് ഈ ഒരു ടാബിൾ മൊത്തം നീറ്റാക്കി. എന്നിട്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ കാണിച്ചു തന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. സത്യം പറയാലോ, ഫേസ് റിവീലൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഈ ഒരു ടൈം ആഗ്രഹിച്ചു പോയി. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇടങ്ങാറുള്ള പരിപാടിയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ ഇതിൻ്റെ അടുത്തായിട്ടൊരു വീഡിയോയിൽ ഞാൻ ഫേസ് റിവീൽ കാണിക്കും. അപ്പം ഈ ഒരു മൊത്തം ഞാൻ ആ ഒരു ടാബിൾ സെക്ഷനിൽ മൊത്തം ഞാൻ നീറ്റാക്കി. എന്നിട്ട് ബെൽപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം. അതിന് മുമ്പായിട്ട് ഇപ്പുറത്തെ സെക്ഷൻ ഉണ്ട്, ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലല്ലേ, അതൊക്കെ ഞാൻ നീറ്റാക്കിയിട്ട് എടുക്കാൻ പോവാം കേട്ടോ. അത് മീൻസ് നീറ്റാക്കാന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇടുക. ഞാൻ പിന്നെ ഈ ഒരു ഷീറ്റില്ലേ, ഈ ഒരു ടാബിൾ ഷീറ്റില്ലേ, സോറി ഗൈസ്, ഞാനത് തെറ്റിപ്പോയാണ്. പിന്നെ ടാബിൾ ഷീറ്റില്ലേ, ആ ടാബിൾ ഷീറ്റ് എടുത്തിട്ട് മാറ്റാതിരുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്റ്റാൻഡിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ക്രോഷ്യ പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ക്രോഷ്യൻ്റെ നൂലുകളുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ കസാര കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ബെൽപ്പ് എടുത്തു, മീൻസ് ഡ്രോയർ എടുത്തു. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ ഉണ്ടായിരുന്നു സാധനങ്ങൾ, അതൊക്കെ അങ്ങോട്ട് നീക്കി. ശ്വാസം മുട്ടുന്ന ഗൈസ്. അപ്പോൾ അതൊക്കെ നീക്കി എടുത്തു, എല്ലാം എടുത്തിട്ട് നീക്കി. എന്നിട്ട് ഞാൻ ഈ ഒരു പേപ്പർ അടക്കം നീക്കി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ ഇയർ ബഡ്സ് മീൻസ് അത് അന്ന് ഓയിൽ പേസ്റ്റ് വാങ്ങിച്ച ടൈം ഉണ്ടായിരുന്ന, ഈ ഓയിൽ പേസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന ടൈം ഉണ്ടായിരുന്ന ബഡ്സ് ആട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചു. എന്നിട്ട് പേപ്പർ തിരിച്ച് വെച്ചു. എന്നിട്ട് അതവിടെ ഒരു തംസപ്പ് കൊടുത്തു. അത് എടുത്ത് വെക്കാതിരുന്നു. എന്നിട്ട് ഈ ഒരു പൊടി കണ്ടു, ഈ ഒരു സ്റ്റാൻഡിലുള്ള പൊടി കണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അത് എന്തിൻ്റെ പൊടിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, തേനീച്ചൻ്റെ എന്തോ ഒരു കൂട് പോലെ ആക്കിയതായിരിക്കും. എന്നിട്ട് ഞാൻ എല്ലാം എടുത്ത് നീക്കി ആ സ്റ്റാൻഡിനുള്ളിരുന്ന്. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഒരു എൻ്റെ ഫേസ് കാണിക്കാണ്ട് എടുക്കണമല്ലോ, ഇതെങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു ഗൈസ്. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ് നിങ്ങൾക്കൊന്നും. ഓക്കെ, എന്നിട്ട് എല്ലാം എടുത്ത് നീക്കി എടുത്തു ഞാൻ. പിന്നെ നേരെ എല്ലാം എടുത്തിട്ട് മറ്റേ ടാബിളിൻ്റെ മുകളിലേക്ക്, മീൻസ് ടാബിളിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യണമെന്നില്ല എനിക്ക്. പക്ഷെ എനിക്ക് മടി വരുന്നുണ്ടായിരുന്നു ആ ഒരു ടൈം. സത്യം പറയാമല്ലോ, ഞാൻ ശരിക്കും ടാസ്ക് വിടണം എന്ന് പറയണം. ബുക്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു ഏരിയ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ ഇതാണ് അവസ്ഥ ഗൈസ്. ഭയങ്കര അലങ്കോലമായി കിടക്കുകയാണ്. നിലത്ത് അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് നേരെ ടാബിളിൻ്റെ സൈഡിൽ വന്നു. ടാബിളിൻ്റെ സൈഡിൽ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. എന്നിട്ട് നേരെ ഞാൻ ബെൽപ്പിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നേരെ എടുത്ത് വെക്കാൻ വിചാരിച്ചു. എന്നിട്ട് എടുത്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ടാബിളിൻ്റെ മുകളിൽ ഈ ഒരു ബെൽപ്പ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്.
എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. നേരെ എടുത്തിട്ട് ഞാൻ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന ഗൈസ് എനിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ നേരെ എന്താ ചെയ്തേമോ പഠിച്ചോനക്കറിയാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ സ്കെച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ഒതുക്കി വെച്ചു. ഒതുക്കി മടുക്കാന്ന് അറിയില്ല. നമ്മൾ ഏകദേശം 1 മണിക്കൂറത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് 28 മിനിറ്റുള്ള സാധനം ഞാൻ 11 മിനിറ്റിലേക്ക് ആക്കിയതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഓർക്കണം, 11 മിനിറ്റും 10 സെക്കൻഡിലേക്കും മാറ്റിയതാണ് ഗൈസ് ഞാൻ. ഓക്കെ, അതെല്ലാം എടുത്ത് മാറ്റി വെച്ച് മടുത്ത് എനിക്ക്. എന്നിട്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അവിടെ തന്നെ ഒതുക്കി വെച്ചു. എന്നിട്ട് ഒരു മൂൺ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ മൂൺ ലൈറ്റും അവിടെ സെറ്റ് ചെയ്തു. ഈ ഒരു മൂൺ ലൈറ്റൊക്കെ ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ കത്തിച്ച്. എന്നിട്ട് നല്ല ക്യൂട്ടല്ലേ, കത്തിച്ചിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എന്നിട്ട് ഈ വയർ ഇങ്ങനെ പഫിയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതെന്താ ഞാൻ വെക്കുന്നില്ലമ്മോ, വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ചു, ആ ഒരു ഏരിയയിലോട്ട് ഇങ്ങനെ ഒതുക്കിയിട്ട് വെച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഈ ഒരു ഡയറിയൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. പിന്നെ ഈ ആൻസലുള്ള ആ ഒരു ബോക്സ് അതൊക്കെ ഞാൻ തട്ടിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് എൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കണ്ടേ ഗൈസ്, ഇത് ഭയങ്കര സ്പീഡിനാണല്ലോ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സ്പീഡ് സംസാരിക്കേണ്ടി വരുന്നു. ഓക്കെ, അപ്പം ഞാൻ സ്ലോ ആക്കട്ടെ ഇനി. എന്നിട്ട് ഞാൻ ഈ ഒരു ഓയിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഓയിൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ച് കൊടുത്തു. കാരണം ഞാൻ ഈ ഒരു ബഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി. എന്നിട്ട് ആ ഒരു ഓയിൽ പേസ്റ്റിൽസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിൻ്റെ മുകളിൽ തന്നെ വെച്ചു ഗൈസ്. ഞാൻ എന്തിൻ്റെ പ്രശ്നമാണെന്ന് നോക്കിയിട്ട് ഞാൻ താഴെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ ആ ഒരു മിററും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. വെച്ചതിന് ശേഷം ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് അതിൻ്റെ ഏരിയയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങോട്ട് ഒതുക്കി ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ലൈക്ക് കുഞ്ഞു സാധനങ്ങൾ പോലെ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാനൊരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആ ട്രീയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് അവസ്ഥ, വളഞ്ഞു പോയി അത്. അപ്പം ആ വളഞ്ഞ ട്രീ ഒക്കെ ഞാൻ എടുത്ത് നേരെ ആക്കിയിട്ട് വെച്ചു. എന്നിട്ട് ക്രോഷ്യ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ അങ്ങോട്ട് ഒതുക്കി വെച്ചെടുത്തു. ഞാൻ ഉണ്ടാക്കിയ ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സാധനം ഉണ്ടായിരുന്നു, അത് വാട്ടർ പെയിൻറ്റ്സ്, കളേഴ്സ്, പെൻസിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഒതുക്കി. ബ്രഷ്, പെയിൻറ്റ് പാലറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചെടുത്തു കേട്ടോ. അപ്പം ഗൈസ് സ്റ്റാൻഡൊക്കെ നീറ്റാക്കിയതിന് ശേഷം ഞാൻ ആ ഒരു മുകളിലൊക്കെ എല്ലാ ഏരിയ നീറ്റാക്കിയതിന് ശേഷം എൻ്റെ തൊണ്ട പോയിന് ഗൈസ്. ഓക്കെ, എന്നിട്ട് എല്ലായിടത്തും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്തു കേട്ടോ. സ്റ്റാൻഡിൻ്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളും, ലൈക്ക് സ്പിന്നേഴ്സ്, ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ക്രോഷ്യ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കീ ചെയിൻസ്, ട്രീ, പിന്നെ റിങ്കില പെൻസിൻ്റെ ഒരു കവറ്, ബുക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഗൈസ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ഓർഗനൈസ് ഒന്നും ചെയ്തിട്ടില്ല, ലൈക്ക് അങ്ങനെ തന്നെ വെച്ചു. ബുക്സൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തു. ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മെയിൻ പരിപാടിയായിരുന്നു ഇതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പഠിച്ചോനെ. ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാം ഒതുക്കി വെച്ച് കൊടുത്തു. എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം കോസ്റ്റ്യൂം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ഒതുക്കി. അപ്പോൾ ഇതായിരുന്നു മെയിൻ പരിപാടി കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് ഇങ്ങനത്തെ നോട്ട് ബുക്സൊക്കെ കണ്ടു. ഇത് ഏകദേശം 2023 ഒരു നോട്ട് കേട്ടോ, ഒരു ക്യൂട്ട് നോട്ട്. അത് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ട് ബുക്കിൽ കുറേ ഞാൻ ഇങ്ങനെ സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആയിരുന്നു ഞാനിതിൽ കാണിക്കുന്നുണ്ടായിരുന്നത്.
പിന്നെ ഗൈസ് ഇനി എനിക്ക് അടിച്ചു വാരേണ്ട പണിയേ ഉള്ളൂ. പിന്നെ ആ ഒരു സോഫയിൽ കണ്ടോ, ആ സോഫയിൽ കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളുണ്ട്. ആ ഡ്രസ്സ് എന്തിൻ്റെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ലോണ്ട്രി ബാസ്ക്കറ്റിൽ ഇടേണ്ട ഡ്രസ്സാണെന്ന്. പക്ഷേ അല്ല ഗൈസ്, അത് ഞാനിങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നൈറ്റിലൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകും. എനിക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി നീറ്റാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേഗം നീറ്റാക്കിയാണ് കേട്ടോ. അപ്പം ഗൈസ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ ഞാനിത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. ഇനി നാളെ കാണാം കേട്ടോ.